ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പോന്നില്ല ഞാനേ ഇന്നൊരു ഇൻവേർട്ടർ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു കട കണ്ടത്. നമ്മുടെ ആ കടയിലൊന്ന് കയറി നോക്കും, നമുക്ക് അവിടുത്തെ വിശേഷം ഒന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ വന്ന് കയറിയ കട ഇതാണേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ നമ്മുടെ കൂടെ പഠിച്ച സഹപാഠിയാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എന്തിയാ അവൾ പോയോ? ആ അല്ല, കഴിച്ചോ. അവർ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് കടയെ ആണ്ട് വരും കേട്ടോ. ആരുമില്ല, വീഡിയോ ഇടാനാ ഞാനിങ്ങോട്ട്. വാ, പിന്നെ സഹപാഠിയെ കാണിച്ചില്ല, പിന്നെ ആരെയാ കാണിക്കുന്നത്? അപ്പോൾ അവൾ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് നമ്മളെ അടിച്ചേൽപ്പിച്ച് കളഞ്ഞു കേട്ടോ സാധനം. ഇതാണ്. അങ്ങനെ ഇൻവേർട്ടർ എടുത്തു. ഇതേ 200 SP, എന്താ ഒരു 200 വാട്ട്. അതിൻ്റെ ഇതാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ കരിമാന്തോട് സ്കൂളിലാണ് പഠിച്ചത്. ഇത് ഇവിടുത്തെ ചേട്ടനാണ് ഇൻവേർട്ടർ കൊണ്ട് വെക്കുന്നത്. കടയൊക്കെ കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി ഒരു കടയാണ്. ആ, കടയുടെ പേരൊന്നുകൂടെ പറ. സ്വപ്ന ഹോം ഡെക്കർ. ഓക്കെ. സ്വപ്ന ഹോം ഡെക്കർ. മുതലാളി ഒന്നുമില്ല കേട്ടോ, അവരുടെ അനുവാദം ഒന്നും ചോദിച്ചില്ല, കയറി അങ്ങ് എടുക്കുക കേട്ടോ. ഇവിടെ എല്ലാവിധ ഫർണിച്ചറും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക്കൽ സാധനങ്ങളെല്ലാം ഉണ്ട്, ഫർണിച്ചറ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഞാൻ ചുമ്മാ എന്താ നിന്നെ നോക്കിക്കോ, വൈറലാക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട് കറണ്ടിൻ്റെ പോക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇൻവേർട്ടർ വേണമായിരുന്നു. ഞാൻ അടൂർ വരെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിലയൊന്നും ചോദിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് എടുത്തോളാനായി. പിന്നെ സഹപാഠിയല്ലേ, അവൾ പറയുന്നൊന്ന് കേൾക്കണ്ടേ, അതുകൊണ്ട് അങ്ങ് എടുത്തു. ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടോ. പേര് മഞ്ജു എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാനും ഉണ്ട്, മോനും ഉണ്ട് കേട്ടോ. കണ്ടോ, മോൻ ഫോണിനകത്താണ്. ഇതാണ് കോന്നി ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, കോന്നി ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്. അവിടെ ലേശം കൂടെ മുന്നോട്ട് വരുന്നിടത്താണ്, പത്തനംതിട്ടയിലോട്ട് പോകുന്നിടത്തെ റൈറ്റ് സൈഡിലാണേ കട. കണ്ടോ? അപ്പോൾ കൂട്ടുകാരെ, ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും. എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളവ് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ആർക്കെങ്കിലും ഇളവ് കൊടുക്കുമോ? തീർച്ചയായിട്ടും. താഴത്തെ വീട്ടിൽ ബ്ലോഗ് കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കില്ലയോ? കൊടുക്കണം. അവരെന്നെ വിളിച്ച് ചീത്ത വിളിക്കല്ലേ. അപ്പം ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്തൊരു സാധനം നമ്മുടെ കോന്നി ഉള്ളവർക്ക് വേണമെന്നുണ്ട് നേരെ ഇങ്ങോട്ട് പോരും കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട്, ഫർണിച്ചറുണ്ട്, ഇലക്ട്രോണിക്സ് സാധനങ്ങളെല്ലാം ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാം. ചേച്ചിയൊക്കെ ഓടുന്നത് കണ്ട ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മളെടുത്ത് കേട്ടോ, ഇൻവേർട്ടർ എടുത്തു. ഇതാണ്, അത് 200 SP ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിനി ബാക്കി വീട്ടിൽ ചെന്ന് ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴേ എൻ്റെ കൂടെ പഠിച്ചവരാണ് കടയിലുള്ളവരെ. കണ്ടോ, ഇതെൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയാണ്. ഇതാ ചേച്ചി, ഇവിടെ കൂട്ടുകാരിയാണ്. ഇതാ ചേട്ടന്. പിന്നെ ഇതൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞാനിവിടെ വന്ന് കയറിയപ്പോഴേ എന്നെ കൊണ്ട് അത് എടുപ്പിച്ചു കേട്ടോ. എൻ്റെ കൂടെ പഠിച്ചതല്ലേ, എടാ നീ ഇവിടെ വന്നിട്ട് എടുക്കാതെ പോകല്ലെന്ന് പറഞ്ഞു. റേറ്റ് കുറവാന്ന് പറഞ്ഞു. ആർക്കറിയാം, ഇനി കൂട്ടിയതാണോ എന്നും അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, സഹപാഠി ആയതുകൊണ്ട് നമ്മളിവിടെ തന്നെ എടുക്കുവാണ്. അങ്ങനെ കൂട്ടുകാരെ, കണ്ടോ, നമ്മുടെ ഇൻവേർട്ടറും മേടിച്ചു, സെറ്റ് ചെയ്യുവാണ്. ഇവിടുത്തെ കറണ്ടിൻ്റെ പ്രശ്നമായിരുന്നു, അതങ്ങ് സോൾവ് ആക്കി കളഞ്ഞു. അല്ല, ഭയങ്കര പാടായിരുന്നു കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ എപ്പോഴും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ
നമ്മുടെ ഒരു കാര്യം നടക്കത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്ന് പോയി ഇൻവെർട്ടർ എടുത്തു. അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എടുത്തു. അതെൻ്റെ ആ കാപ്പി എൻ്റെ ഒരു പീസ്. അപ്പം നമുക്ക് ബയാർ തികയാതെ വന്നു. അപ്പം പഴയ നമ്മുടെ വീടേ അപ്പുറത്തേല് പോനെ മാള് വിത്തലങ്ങും വന്ന് തൊടല് കേട്ടോ. പറ്റും ചടങ്ങ. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടർ എത്തിപ്പോയി. ഹായ് കൂട്ടുകാരെ, അങ്ങനെ എൻ്റെ ഇൻവേർട്ടർ ഓണായി. സൗണ്ട് കേട്ടോ? ഹാ ഇതിന് ഒത്തിരി സ്വിച്ചൊക്കെ ഉണ്ടോ? അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ.